ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ 4ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദിലെ അദ്ദർസു ആഷിർ 10ാമത്തെ പാഠം അൽ മദ്ദുൽ ലാസിം കലിമി. ലാസിം കലിമത്തിൽ ലാസിമായ മദ് വരുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പം നമുക്ക് പാഠം മനസ്സിലാക്കാം. പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മദ്ദുൽ ഫർഇയിലെ 5 മദ്ദുകളിൽ മുത്തസിലും മുൻഫസിലും നമ്മൾ പഠിച്ചു. ഇനി മദ്ദുൽ ലാസിമാണ്. അപ്പോൾ ലാസിം കലമി എന്നും ലാസിം ഹർഫി എന്നും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ലാസിം കലമിയെ കുറിച്ചാണ് ഈ പാഠത്ത് വിശദമായിട്ട് പറയുന്നത്. ലാസിം ഹർഫി അടുത്ത പാഠത്തിൽ വരും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ എന്താണ്, നമുക്ക് ഉദാഹരണം പറയാം. അതിന് മുമ്പ് ഇവിടെ നമുക്ക് വായിക്കാം. മുകളിൽ കൊടുത്ത ഉദാഹരണങ്ങളിൽ അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ നോക്കൂ. അവിടെയെല്ലാം മദ്ദക്ഷരങ്ങളുടെ ഉടനെ സുക്കൂന് വന്നിട്ടുണ്ട്. മദ്ദക്ഷരങ്ങൾക്ക് തൊട്ടുപിറകെ സുക്കൂന് വന്നാൽ കൂടുതൽ നീട്ടണമെന്ന് നാം മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ഉദാഹരണം ഒന്ന് നോക്കൂ അല്ലേ. ഇവിടെ മദ്ദക്ഷരം വന്നിട്ടുണ്ട്. ഇവിടെ എവിടെ സുക്കൂന് എന്നാണ് നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ ഒന്നും സുക്കൂനില്ലല്ലോ, ഇവിടെ കാണുന്നില്ലല്ലോ. അപ്പോൾ അതാണ് നിങ്ങൾ നോക്കുക. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് പറയാം. വായിച്ചു കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരാം. നമുക്ക് വിശദമായി പരിശോധിക്കാം. അൽ ഹാക്ക എന്ന ഒരു ഉദാഹരണം എടുക്കാം. ഇവിടുത്തെ അൽ ഹാക്ക എന്ന ഒരു ഉദാഹരണം എടുക്കാം. മദ്ദക്ഷരമായ അലിഫിൻ്റെ ഉടനെ ഷദ്ദുള്ള കാഫ് ആണല്ലോ ഇതിലുള്ളത്. അതായത് അൽ ഹാക്ക എന്നതിൽ ഇവിടെ ഇല്ല, ഇവിടെ കാണിക്കാം. അൽ ഹാക്ക എന്ന ഇൻ്റെ അലിഫ്, മദ്ദക്ഷരമായ അലിഫുണ്ട്. മദ്ദക്ഷരത്തിൻ്റെ ഉടനെ സുക്കൂന് വരാം. അപ്പോൾ അതിൻ്റെ അടുത്ത് ശ്രദ്ധയുള്ള ഒരു അക്ഷരമായ കാഫാണ് വന്നത്. മനസ്സിലായില്ലേ? ശ്രദ്ധക്ഷരമുള്ള കാഫാണല്ലോ ഉള്ളത് ഇതിലുള്ളത്. സുക്കൂനുള്ള ഒരക്ഷരവും ഹർക്കത്തുള്ള ഒരക്ഷരവും കൂടിച്ചേരുമ്പോഴാണ് ഷദ്ദുള്ള അക്ഷരമായി തീരുന്നത്. മനസ്സിലാക്കുക. ഇതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. സുക്കൂനുള്ള ഒരക്ഷരവും ഹർക്കത്തുള്ള ഒരക്ഷരവും കൂടിച്ചേരുമ്പോഴാണ് ഷദ്ദുള്ള ഒരക്ഷരമായി തീരുന്നത്. മനസ്സിലാക്കുക. നമ്മൾ മലയാളത്തിലൊക്കെ കൂട്ടക്ഷരം എന്ന് പറയും അല്ലേ. ക പ്ലസ് ക നമുക്കെന്ത് എഴുതാം? ക എന്ന് എഴുതാം. അതുപോലെ അറബിയിൽ ക് പ്ലസ് ക പ്ലസ് ക എന്നതാണ് എന്ത്? ശബ്ദമുള്ള ക. മനസ്സിലാക്കുക. ക് പ്ലസ് ക ആണ് ക. അപ്പോൾ ഇവിടെ അൽ ഹാക്ക എന്നതിൽ സുക്കൂനുള്ള അക്ഷരം കഴിഞ്ഞിട്ടല്ലേ മറ്റൊരു കാഫ് വരുന്നത്. അപ്പോൾ 2 കാഫും കൂടി ചേർത്ത് എഴുതിയിട്ടാണ് നമുക്കിവിടെ ശബ്ദമുള്ള ഒരു അക്ഷരം കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മദ്ദക്ഷരത്തിന് ഉടനെ ശബ്ദമുള്ള അക്ഷരം ഉണ്ടെങ്കിൽ അവിടെ മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഉദാഹരണം ഒന്നും കൂടി നോക്കാം. അൽ ഹാക്കത്തു എന്നതിൻ്റെ എഴുത്ത് രീതി ശരിക്കിൽ അൽ ഹാക്ക് ക എന്നതാണ്. അത് ചേർത്ത് എഴുതുമ്പോഴാണ് അൽ ഹാക്ക എന്ന് ഇങ്ങനെ വരുന്നത്. മനസ്സിലാക്കുക. അതുപോലെ അത്തോമത്ത്, തോ എന്നതിൻ്റെ മാ വരുന്നുണ്ട്. അപ്പം മാ എന്ന മ് പ്ലസ് മാ ആണ്. തോമ. മനസ്സിലാക്കുക. അതുപോലെ വലലോലീൻ, ലി പ്ലസ് ല, ലീൻ. മനസ്സിലാക്കുക. അപ്പോൾ ഇതൊരു കലിമത്താണ്. വല ഒരു കലിമത്ത്, ലോലീൻ ഒരു കലിമത്ത്. അപ്പോൾ ഇത് കലിമത്തിൽ വന്നത് കൊണ്ടാണ് ഇതിന് ലാസിം കലമി എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. കലിമത്തിൽ വന്നിട്ട് മറ്റേത് ലാ എന്നതിൽ മാത്രം വരികയാണെങ്കിൽ, ലാ എന്നതിൽ ഒരു മദ്ദക്ഷരം വരികയാണെങ്കിൽ അതിനെ ഹർഫുൽ എന്നാണ് പറയുക. ലാ എന്നതിൽ ഒരു മദ്, മാ എന്നൊക്കെ വരൂലേ. നമ്മളെ ഖുറാനിൽ നൂൻ എന്നൊക്കെ ഖുറാൻ്റെ തുടക്കത്തിലൊക്കെ വരുമ്പോൾ അങ്ങനെ ആ ഒരു അക്ഷരത്തിൽ മാത്രം
മദ് വരുന്നതിനാണ് ഹർഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കലിമത്താണ്. അപ്പോൾ അതും കൂടി മനസ്സിലാക്കാം. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഉദാഹരണങ്ങളൊന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലായി. അൽഹാക്ക വലല്ലോലി വസ്സോഫാത്തി. സോഫാത്തി എന്നത് ഫ് ഫ. സോ എന്ന അലിഫിൻ്റെ മദ്ദിന് ശേഷം ഫ് ഫ എന്നതാണ് ഫ. അത് ജാഅത്തി സോഹ. ഇവിടെ സോഹത്ത്. സോ എന്ന അലിഫിന് ശേഷം ഹ ഹ ഹ് ഹ ഹ് ഹ എന്ന സുക്കൂന് വരുന്നുണ്ട്. അപ്പം അത് മനസ്സിലാക്കുക. സോഹത്ത് എന്നത് മദ്ദക്ഷരത്തിന് ശേഷം അവിടെ സുക്കൂന് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് മദ്ദുൽ ഫർഇ എന്താന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിരുന്നു. എന്താണ്? മദ്ദക്ഷരത്തിന് ഉടനെ ഹംസയോ സുക്കൂനോ വന്നാൽ ഉണ്ടാകുന്നതാണ് മദ്ദുൽ ഫർഇ എന്ന് പറഞ്ഞിരുന്നു. ആ മദ്ദുൽ ഫർഇയിൽ മുത്തസിലും മുൻഫസിലും വരുന്നത് മദ്ദക്ഷരത്തിന് ഉടനെ ഹംസയാണ് വരുന്നത്. എന്നാൽ ലാസിം വരുന്നത് സുക്കൂനാണ് വരുന്നത്. മദ്ദക്ഷരത്തിന് ഉടനെ സുക്കൂന് വരുമ്പോഴാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂടുതൽ നീട്ടി ഓതുന്നത്. അപ്പോൾ ഇവിടെ മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കാം. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. സുക്കൂനുള്ള ഒരക്ഷരവും ഹർക്കത്തുള്ള അക്ഷരവും കൂടി ചേരുമ്പോഴാണ് ഷദ്ദുള്ള ഒരക്ഷരമായി തീരുന്നത്. അതുപോലെ മദ്ദക്ഷരങ്ങളുടെ ഉടനെ സുക്കൂന് വന്നിട്ടുണ്ട്. മദ്ദക്ഷരങ്ങൾക്ക് തൊട്ടുപിറകെ സുക്കൂന് വന്നാൽ കൂടുതൽ നീട്ടണമെന്ന് നാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ മദ്ദക്ഷരത്തിന് തൊട്ടുപിറകെ സുക്കൂന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ മദ്ദക്ഷരത്തെ കൂടുതൽ നീട്ടണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ ബാക്കിയും കൂടി നമുക്ക് വായിക്കാം. ഇവിടെ എല്ലാം മദ്ദക്ഷരത്തിന് തൊട്ടു പിറകെ സുക്കൂന് വന്നതായി ബോധ്യപ്പെട്ടില്ലേ? ഇങ്ങനെ മദ്ദക്ഷരത്തിനു ശേഷം അതേ കലിമത്തിൽ സ്ഥിരമായ സുക്കൂന് വന്നാൽ ഉണ്ടാകുന്നതാണ് മദ്ദുൽ ലാസിം. അപ്പോൾ ഇവിടെ മദ്ദുൽ ലാസിം എന്നാൽ മനസ്സിലാക്കുക. എന്താണ്? മദ്ദക്ഷരത്തിനു ശേഷം അതേ കലിമത്തിൽ സ്ഥിരമായ സുക്കൂന് വന്നാൽ ഉണ്ടാകുന്നതാണ് മദ്ദുൽ ലാസിം. മദ്ദുൽ ലാസിം എന്നാൽ എന്ത്? മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ സ്ഥിരമായ സുക്കൂന് വന്നാൽ ഉണ്ടാകുന്നതാണ് മദ്ദുൽ ലാസിം. ഇത് 3 അലിഫിൻ്റെ കതിർ നീട്ടൽ നിർബന്ധമാണ്. 3 അലിഫിൻ്റെ കതിർ നീട്ടൽ നിർബന്ധമാണ്. മനസ്സിലാക്കി വെക്കുക. 3 അലിഫിൻ്റെ കതിർ എന്ന് പറഞ്ഞാൽ 6 ഹർക്കത്ത്. 3 അലിഫിൻ്റെ കതിർ നീട്ടൽ നിർബന്ധമാണ് ലാസിം. അപ്പോൾ ലാസിമിലെ ലാസിം കലമി എന്താന്ന് മനസ്സിലാക്കുക. ഇനി ലാസിം ഹർഫി വരാനുണ്ട്, മനസ്സിലാക്കുക. ഇങ്ങനെ കലിമത്തുകളിൽ വരുന്ന മദ്ദുകൾക്ക് മദ്ദുൽ ലാസിം കലമി എന്നും താഴെ കാണിച്ച പോലെ ഹർഫുകളിൽ വരുന്ന മദ്ദുകൾക്ക് മദ്ദുൽ ലാസിം ഹർഫി എന്നും പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠഭാഗം ചുരുക്കിയതിൽ ആ താഴെ ഹർഫുകൾ കാണിക്കുന്നത് ഇല്ല. അത് മദ്രസയിലെ ബുക്കുണ്ട്, നമ്മൾ ജനറൽ ആയിട്ടുള്ള മദ്രസ, അതിൽ ഹർഫുകൾ കാണിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ നെക്സ്റ്റ് പാഠം നിങ്ങൾക്ക് അതിലെ ഹർഫുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണങ്ങൾ നാം പറഞ്ഞുതരാം. നൂന്, ഖാഫ്, അലിഫ്, ലാം, റാ അങ്ങനെ ഉള്ള അക്ഷരങ്ങളാണ്. അക്ഷരങ്ങളുടെ പേര് തന്നെയാണ് നമ്മൾ പറയുക. നൂൻ, ഖാഫ്, അലിഫ്, ലാം, റാ ഇങ്ങനെ ഹർഫുകളിൽ വരുന്ന മദ്ദുകളുണ്ട്. നൂൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നീട്ടണമല്ലോ. ഖാഫ്. അപ്പോൾ അത് ആ പാഠഭാഗം എടുക്കുമ്പോൾ നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ ഹർഫുകളിൽ വരുന്ന മദ്ദുകൾക്ക് ലാസിം ഹർഫി എന്നും പറയും. കലിമത്തുകളിൽ വരുന്നതിന് ലാസിം കലമി എന്നും പറയും. ഇത് രണ്ടും മനസ്സിലാക്കി ഒരു ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് പഠിക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കാനായിട്ടുള്ള രീതി വരാം. മനസ്സിലാക്കുക എന്താണ് ലാസിം, അതും മനസ്സിലാക്കി പഠിക്കുക. എങ്ങനെയാണ് ലാസിം കലമി വരുന്നത് എന്ന് മനസ്സിലാക്കുക. എന്താണ്? മദ്ദക്ഷരത്തിന് തൊട്ടുപിറകെ ശ്രദ്ധയുള്ള ഒരു അക്ഷരം വരുമ്പം അവിടെ ഒരു സുക്കൂനുള്ള ഒരു അക്ഷരമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ലാസിം ആയിട്ട് വരുന്നത്. കലിമത്തിൽ വന്നതുകൊണ്ട് ലാസിം കലമി എന്ന് പറയും. മനസ്സിലാക്കുക. ഇതുകൊണ്ടില്ല, ഇതുപോലെയാണ് ഹർഫി വരിക. അപ്പോൾ അത് ഹർഫീൻ്റെ പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അടുത്ത നമുക്ക് ദഫ്തർ തോലിബ് നോക്കാം.
പിന്നെ ഇവിടെ ഖിറാഅത്ത് വരുന്നത് എന്താണ്? സൂറത്തു സുമർ 68-ാമത്തെ ആയത്ത് മുതൽ 75-ാമത്തെ ആയത്ത് വരെ. പിന്നെ ഗാഫിർ 1-ാമത്തെ ആയത്ത് മുതൽ 58-ാമത്തെ ആയത്ത് വരെ. ഇതൊക്കെ മദ്ദുൽ ഫർഇയിലെ ഇപ്പം നമ്മൾ പഠിച്ച വരെയുള്ള നിയമങ്ങളൊക്കെ മനസ്സിലാക്കി ഓതാനാണ്. മനപ്പാടാക്കാൻ ആമന റസൂലും വാദിക്കാറും. അപ്പോൾ നമ്മൾ പഠിച്ചതൊക്കെ തന്നെ ഒന്നും കൂടെ ഓർത്ത് ഇതിൻ്റെ കൂടെയും പഠിക്കുക, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്കതിൻ്റെ തദ്രിബാത്ത് നോക്കാം. എന്താണ്? അൽ മദ്ദുൽ ലാസിം കലമി. തദ്രിബാത്തിൽ ആദ്യം വരുന്നത് നുൻഷിദ്. വസ്സാഫാത്തിൽ മദ്ദില്ലേ മദ്ദുൽ ലാസിം പേരല്ലേ, ഹർഫുൽ മദ്ദിനുടനെ സുക്കൂനും വന്നാൽ ലാസിം മദ്ദല്ലേ. അടുത്ത വർക്കെന്താ? താഴെയുള്ള ഈ ആയത്തുകളിൽ മദ്ദുൽ ലാസിം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ വഹാജഹു അലിഫായ മദ്ദിന് ശേഷം സുക്കൂന് വന്നു. ജ ജി ജ അല്ലേ, ശബ്ദമുള്ള ജ വന്നു. തുഹാജൂന അതും അതുപോലെ, തുഹാജൂനി അതും അതുപോലെ വന്നു, മനസ്സിലാക്കാം. പിന്നെ തഅ്മുറൂനി അഅ്ബുദു. അപ്പോൾ ഇതെന്താണ്? മുറൂനി റൂനി നു നി നി ന നീ, മനസ്സിലാക്കാം. അടുത്തത് മുദ്ഹാമ്മത്താൻ. ഹാ അലിഫിന് ശേഷം മ മ, മനസ്സിലാക്കാം. യുവാദൂന അലിഫിന് ശേഷം ദ, മനസ്സിലാക്കാം. ഹാദ അതും അതുപോലെ ദ ദ. അടുത്തതാ ഹാജ ജ് ജ, മനസ്സിലാക്കാം. പിന്നെ ദാബ അലിഫിന് ശേഷം ബ ബ അടയാളപ്പെടുത്താം. അടുത്തതാ ജാഅത്തിൽ. ഇവിടെ മുത്തസിലാണ്, ഒരേ കലിമത്തിൽ ഹംസ വന്നു, മനസ്സിലാക്കാം. അടുത്തതാ തോമത്തു. ഇവിടെ ലാസിം കലമി അലിഫിന് ശേഷം മ മ. ജാഅത്തിൽ ഇത് മുത്തസിൽ. സോഹത്ത് അലിഫ് ഹ് ഖ, മനസ്സിലാക്കുക. അടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. എപ്പോഴാണ് മദ്ദുൽ ലാസിം ഉണ്ടാകുന്നത്? മദ്ദക്ഷരത്തിനു ശേഷം അതേ കലിമത്ത് സ്ഥിരമായ സുക്കൂന് വന്നാൽ ഉണ്ടാകുന്നതാണ് മദ്ദുൽ ലാസിം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് അത് എഴുതുക. അടുത്തത് മദ്ദുൽ ലാസിമിന് എത്ര ഹർക്കത്ത് നീട്ടൽ നിർബന്ധമാണ്? എത്ര ഹർക്കത്താണ്? അപ്പോൾ ഇവിടെ 3 അലിഫിൻ്റെ ഖദർ എന്ന് പറഞ്ഞത്, അപ്പം അത് 6 ഹർക്കത്താണ്. 6 ഹർക്കത്താണ്. അപ്പം എല്ലാവരും അത് മനസ്സിലാക്കി എഴുതി വെക്കുക. 6 ഹർക്കത്താണ് 3 അലിഫിൻ്റെ ഖദർ. അപ്പോൾ 6 ഹർക്കത്ത് വരെ നീട്ടൽ നിർബന്ധമാണ്. അടുത്തത് ഹാജ എന്നതിൽ അലിഫിന് ശേഷം സുക്കൂനുണ്ട്, വിശദീകരിക്കാനാണ്. അപ്പോൾ അതെന്താണ്? ഹാജ എന്നതിൽ ജ എന്നത് ജി പ്ലസ് ജ, ജ ശബ്ദമുള്ള ജ എന്ന രീതിയിലാണ് വന്നത്. അങ്ങനെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഇവിടെ എഴുതിയതുപോലെ ഹാജ് ജ, ഇവിടെ ഇങ്ങനെ തന്നതുപോലെ ഹാജ് ജ എന്ന രീതിയിൽ അവിടേക്ക് എഴുതി നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? താഴെ തന്ന ഈ വേർഡ്സുകളൊക്കെ വായിച്ചിട്ട് അത് ഏത് മദ്ദാണ് നോക്കിയിട്ട് ഈ ബോക്സുകളിലേക്ക് എഴുതാനാണ്. ലോലൂൻ, ലോലൂൻ മദ്ദക്ഷരത്തിന് ശേഷം ശബ്ദമുള്ള അക്ഷരം വന്നു. അപ്പം എന്താണ്? ലാസിം, ലാസിമിലേക്ക് എഴുതുക. വമാ ഉർസിലു, വമാ ഉർസിലു മദ്ദക്ഷരം അടുത്ത കലിമത്തിൽ ഹംസ, എന്താണ്? മുൻഫസിൽ. അൽ ഹാക്ക മദ്ദക്ഷരത്തിന് ശേഷം ഷദ് വന്നു, അപ്പോൾ ലാസിം. പിന്നെ അലൽ അറായിക്കി, അലൽ അറായിക്കി മദ്ദക്ഷരത്തിന് ശേഷം അതേ പദത്തിൽ ഹംസ വന്നു, മദ്ദുൽ മുത്തസിൽ.
മദ്ദശ്ശരവും അംസയും ഒരേ കലിമത്തിൽ വന്നാൽ മുത്തസിൽ എഴുതാം. അടുത്ത റിഹല തഷിത, അതും മദ്ദശ്ശരവും അംസയും ഒരേ കലിമത്തിൽ വന്നു മുത്തസിൽ. അല്ലദീ അത്താമഹു, മദ്ദശ്ശര ഇവിടെ, അത്താമ ആദ്യത്തിൽ അംസ വന്നു, അപ്പോൾ മുൻഫസിലിൻ്റെ കള്ളിയിലേക്ക് എഴുതാം. പിന്നെ ലാ അഅ്ബുദു, ലാ അഅ്ബുദു എന്നതിൽ മദ്ദശ്ശരം ഒരു കലിമത്ത്, അംസ അടുത്ത പദത്തിൽ, അപ്പോൾ അത് മദ്ദുൽ മുൻഫസിലിൻ്റെ കള്ളിയിലേക്ക് എഴുതാം. പിന്നെ ഇവിടെ ആൽ ആന, മദ്ദശ്ശരത്തിന് ശേഷം സുക്കൂന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതി, ശബ്ദമുള്ള ഈ രീതിയല്ല ഇത് ലാസിമിൽ മറ്റൊരു രീതിയാണ്. നമ്മൾ ലാസിം കലിമിയും ഹർഫിയും പറഞ്ഞു, അതുപോലെ തന്നെ ലാസിമിൽ മറ്റൊരു രീതി കൊണ്ട് ആ രീതിയിലാണ് ഇത് തന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പാഠഭാഗത്തിലൊന്നും പറയുന്നില്ല, അതുകൊണ്ട് ഇത് ലാസിം എന്ന് തന്നെ എഴുതിയാൽ മതി. ആൽ ആന മനസ്സിലാക്കുക, ലാസിം എന്നാണ്, ലാസിമിൻ്റെ കള്ളിയിലേക്ക് എഴുതാം. അതുപോലെ അത്തോമ, ഇത് മദ്ദശ്ശരത്തിന് ശേഷം ശബ്ദമുള്ള ഒരക്ഷരം വന്നു, അപ്പോൾ അത് ലാസിമാണ്, അപ്പോൾ അത് അതിലേക്ക് എഴുതുക. അപ്പോൾ അതൊക്കെ ഉദാഹരണത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ട് ഏത് ബോക്സിലേക്കാണ് എഴുതേണ്ടത് ആ രീതിയിലേക്ക് മനസ്സിലാക്കി എഴുതുക. അപ്പോൾ ഇത്രയാണ് ഈ ലാസിം കലിമിയുടെ പാഠത്തിൽ മനസ്സിലാക്കാനുള്ളത്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.